താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. അറിഞ്ഞില്ലേ, നമ്മുടെ ആരോഗ്യ വകുപ്പിന് തീരെ സുഖമില്ലാത്രേ. വെന്റിലേറ്ററിനാണെന്നാ കേൾക്കുന്നത്. എന്നാലും വീണ ജോർജ് പറയുന്നതനുസരിച്ച് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാ ഞാൻ അറിഞ്ഞത്. സത്യം, ഇതാ കണ്ടില്ലേ, തയ്യാറായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറച്ച് വർഷമായി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വികസനം പടവലങ്ങ പോലെ താഴോട്ട് നല്ല വളർച്ചയാണെന്നാ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആരോഗ്യമല്ലേ പോയുള്ളൂ. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല വേണ്ട. വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്ക പറഞ്ഞപ്പോഴാണ് നമ്പർ 1 ആരോഗ്യ കേരളം ഞെട്ടിയത്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര പേർക്കുള്ള ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം വരെ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്രേ. എന്താ ഈ സർജിക്കൽ ഉപകരണം? അതായത് ഓപ്പറേഷൻ നടന്നാൽ കീറാനും മുറിക്കാനും തുന്നിക്കെട്ടാനും ഒക്കെ ആയിട്ടുള്ള കുറേ സാമഗ്രികളുണ്ടല്ലോ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ സാമഗ്രികൾ. അതില്ലാത്രേ. അത് നമ്മളെ പഴയ പരമ്പരാഗത കാലത്തുള്ള ഓടയും കുപ്പിച്ചില്ലും ഒക്കെ വെച്ച് ചെയ്താൽ മതി എന്നാ മന്ത്രി പറയണത്. നല്ല ആസ്പത്രി വികസനം. അല്ല, ഈ ആരോഗ്യ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഇതല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പണി അറിയുന്ന മന്ത്രി അതല്ലെന്ന്. തന്നെ ഇത് തന്നെ. ഞാനൊരു വലിയ സംഭവം അല്ലേ? അല്ല സതീഷേട്ടാ, ഇതെന്താ ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ആരോഗ്യം വെന്റിലേറ്ററിലാണ്. ഈ ആരോഗ്യരംഗം ആരാ നശിപ്പിച്ചത്? അതാണ് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം PR ആണ്. PR വർക്കാണ്. അല്ല, നമ്മുടെ ആരോഗ്യരംഗം സമാനതകളില്ലാത്ത വികസന വഴിയേ ആണെന്നല്ലേ വീമ്പ് പറഞ്ഞിരുന്നത്. ഈ 7 മാസം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഡോക്ടർ ഹാരിസ് പറയുന്നത്. ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെയാ ഇടതുപക്ഷക്കാരൻ കൂടിയായ ഡോക്ടർ ഹാരിസിൻ്റെ ഈ ആരോപണം ഫേസ്ബുക്കിൽ വന്നത്. അല്ലെങ്കിൽ തന്നെ സമസ്ത മേഖലകളിലും സർക്കാരിൻ്റെ അത്യുജ്വല പരാജയം തെളിഞ്ഞു കാണുന്ന കാലവുമാണ്. അപ്പോഴാണ് ഹാരിസിൻ്റെ ഈ പുതിയ വേട്ടി. കാര്യം ഞാൻ അവിടുത്തെ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ സാറാണ് ഇതിൻ്റെ ESWL വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്, സാർ OP വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിൻ്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിൽ എന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഡോക്ടറെ സ്വാധീനിക്കാൻ ഒരു ശ്രമമൊക്കെ സർക്കാർ തന്നെ നടത്തിയില്ലേ, അല്ല ഡോക്ടറെ? അതുപോലെ എൻ്റെ ബ്രദറുള്ള ഉണ്ട്, പുള്ളി CPMൻ്റെ ഒരു നേതാവാണ്, കരമന ഹരി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ മിനിസ്റ്ററുടെ PS ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാം എന്ന് പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്നാൽ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വരട്ടെ. അല്ല ഡോക്ടറെ, ഈ ആരൊക്കെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം? അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ESWL പിന്നെയും താമസിക്കുന്നത്. ആരോഗ്യമന്ത്രി, നിങ്ങൾക്കെന്താ ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എന്റെ മുന്നിൽ എത്തിയിട്ടില്ല. ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. DMEയുടെ
ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഭയങ്കരം തന്നെ. ഓഹോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ആ ശരി ശരി ശരി, അന്വേഷിക്കാം. അന്വേഷിക്കുന്നുണ്ട്, നടപടിയെടുക്കും അല്ലേ? പരസ്യമായി രംഗത്തെത്തുന്നില്ലെങ്കിലും ചികിത്സാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ വൻ പ്രതിസന്ധിയാണ് മെഡിക്കൽ കോളേജുകളിലുള്ളതെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കളടക്കം രഹസ്യമായി സമ്മതിക്കുന്നു. കേട്ടല്ലോ, നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മന്ത്രി, ആ കെ മുരളീധരൻ പറഞ്ഞതാ അതിന്റെ ഒരു ശരി. മുരളേട്ടാ, വീണ ജോർജ് മന്ത്രിയായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് മുതൽ ഈ വകുപ്പ് പൂർണ്ണമായിട്ടും അനാരോഗ്യ വകുപ്പായി തീർന്നു. നമ്മുടെ ആരോഗ്യ വകുപ്പ് വലിയ വകുപ്പ് എന്നല്ലേ പറയുന്നത്? അല്ല, ഈ വികസനത്തിന്റെ അങ്ങേത്തലയെത്തിയ ആരോഗ്യ വകുപ്പല്ലേ? ഡീസൽ ലാഭിക്കാൻ ജനറേറ്റർ പ്രവർത്തിക്കാതെ വൈക്കത്ത് താലൂക്ക് ആശുപത്രിയിൽ ഒരു 11കാരൻ്റെ തലയിൽ സ്റ്റിച്ചിട്ടത് ഏത് മൊബൈൽ വെളിച്ചത്തിൽ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പം മാഡം, ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. കേൾക്കാൻ നല്ല രസമുണ്ട്. മാഡം, ഈ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എന്ന സിസ്റ്റമാണോ, അതോ ആരോഗ്യ വകുപ്പ് എന്ന സിസ്റ്റമാണോ, അതും അല്ലെങ്കിൽ ഈ മെക്കാനിസം ഉൾപ്പെടുന്ന സിസ്റ്റമാണോ? അല്ല മാഡം, അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ നിങ്ങളും? നിങ്ങൾക്ക് എന്താ പണി? എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾ ഇഷ്ടം. ആ പണി തന്നെ മതിയില്ലേ മാഡം? അത് നിങ്ങൾ വൃത്തിയായി അന്നൊക്കെ ചെയ്തിരുന്നു. ഇതൊരുമാതിരി ആവിലും കഞ്ഞിയാക്കി കളഞ്ഞു നിങ്ങൾ. ഇനി നിങ്ങൾ 8 മാസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാലാവധി. ഈ 8 മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയൊക്കെ കൊല്ലുന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ആ ഇനി എന്താ ചെയ്യാം? വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി അവരെ കൈരളിയിലോ റിപ്പോർട്ടറിലോ വാർത്ത വായിക്കാൻ അവരെത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. കെ മുരളീധരൻ പറഞ്ഞതുപോലെ മാഡം പോട്ടെ ആ പഴയ സ്ഥലത്തേക്ക് തന്നെ, അതാ നല്ലത്. ആ നിങ്ങളുടെ ഈ ചാനൽ രണ്ടുമാണല്ലോ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത്. അവരെത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുക. മന്ത്രിപ്പണി കാലത്ത് നഷ്ടപ്പെട്ടു പോയ മാധ്യമ എത്തിക്സ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തത് കൊണ്ട് ഈ 2 ചാനൽ തന്നെയായി ഇനിയുള്ള കാലം മാഡത്തിനും പണിയെടുക്കാൻ നല്ലത്. എന്തും വിളിച്ചു പറയാലോ. ഇവിടെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെയാണ് ഈ 2 ചാനലിൻ്റെ സ്ഥിതി. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടെ 7 മാസം മുടങ്ങിയ പ്രതിസന്ധിക്ക് വെറും 3 ദിവസം കൊണ്ട് പരിഹാരമായി ഇപ്പോൾ. അപ്പോഴേ മന്ത്രി, ഈ സിസ്റ്റം വേണമെങ്കിൽ നേരെ ആക്കാം അല്ലേ? ഇത് പഴയ ധർമാശുപത്രി തന്നെയായി കാണാൻ ആർക്കാണ് ഇത്ര തിടുക്കം? CPM-നോ പിണറായിക്കോ അതോ മന്ത്രി മേഡത്തിനോ? എന്തായാലും ഞങ്ങൾ ജനത്തിന് മുഖം തന്നെ ശരണം. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കണം ഒന്ന് അമർത്താൻ ഓർക്കണേ.